നമസ്കാരം. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അരങ്ങുവാഴുന്ന ഈ കാലഘട്ടത്തിൽ പരമ്പരാഗത മാധ്യമങ്ങൾ നിലനിൽപ്പിനായി പാടുപെടുകയാണ്. അവരും പുതിയ സങ്കേതങ്ങൾ കണ്ടെത്തുന്നുണ്ട്. 2020 കാലയളവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിന്റെ ഉടമസ്ഥരായ മെറ്റയും ഓസ്ട്രേലിയൻ സർക്കാരും തമ്മിൽ ഒരു തർക്കവും ഉടലെടുത്തിരുന്നു. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ ഉള്ളടക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് അവർക്കും വേണമെന്ന തരത്തിലായിരുന്നു ആവശ്യമുയർന്നത്. ഇതേ രീതിയിൽ ഗൂഗിളും വരുമാനം പങ്കുവയ്ക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പിന്നീട് ജർമ്മനി, സ്പെയിൻ, UK തുടങ്ങിയ രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുമായി വാർത്താ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ഇതിനായി പുതിയ നയങ്ങൾ രൂപീകരിക്കണമെന്ന ചർച്ച നടക്കുകയും ചെയ്തു. തർക്കം മൂത്തപ്പോൾ ഫേസ്ബുക്കും ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും അവരുടെ സൈറ്റുകളിൽ നിന്ന് വാർത്താ ലിങ്കുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. ഇത് അന്താരാഷ്ട്ര വിഷയമാണെങ്കിലും ഇത്തരം ഒരു ചർച്ച ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രസ്താവന വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പരമ്പരാഗത മാധ്യമങ്ങളുടെ ഉള്ളടക്കം ഉപയോഗിക്കുന്ന വൻകിട ടെക്നോളജി കമ്പനികളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വരുമാനത്തിന്റെ ഒരു വിഹിതം അവർക്ക് നൽകണമെന്നാണ് മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്. ഡിജിറ്റൽ ആയതോടെ പരമ്പരാഗത വാർത്താ മാധ്യമ സ്ഥാപനങ്ങൾ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവാരമുള്ള ഉള്ളടക്കം തയ്യാറാക്കുന്നതിന് പത്രമാധ്യമങ്ങൾ വളരെയേറെ പണം ചിലവഴിക്കുകയാണ്. പത്രപ്രവർത്തകർക്കുള്ള പരിശീലനം, ശമ്പളം, എഡിറ്റോറിയൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നിവയ്ക്കായി വൻ നിക്ഷേപമാണ് പത്രസ്ഥാപനങ്ങൾ നടത്തുന്നത്. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വരുന്നതിന് മുൻപ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്തും അടിയന്തരാവസ്ഥ കാലത്തും പരമ്പരാഗത മാധ്യമങ്ങൾ നടത്തിയത് ശ്രദ്ധേയമായ ഇടപെടലുകളായിരുന്നു. തേർഡ് പാർട്ടി കണ്ടന്റുകളിൽ വരുന്ന വാർത്തകൾക്ക് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർമാരും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകാരും ഉത്തരവാദികളല്ല എന്ന നിയമത്തിൽ മാറ്റം വരേണ്ട സമയമായെന്നും മന്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് കടക്കാം. ജനാധിപത്യത്തിന്റെ മാതാവായ ഇന്ത്യയിൽ 35,000-ഓളം ഔദ്യോഗിക ദിനപത്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. മൊബൈൽ ഫോണുകൾ, ഇന്റർനെറ്റ് വഴി കോടിക്കണക്കിന് പേരിൽ വാർത്തകൾ എത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഇന്റർനെറ്റ് ലഭ്യമാകുന്ന ഇന്ത്യയിൽ അത് ജനങ്ങളിലേക്ക് എത്തുന്ന വ്യാപ്തിയും കൂടുതലാണ്. പത്രമാധ്യമങ്ങൾ വലിയ വെല്ലുവിളിയും നേരിടുന്നു. മൊബൈൽ ഫോൺ കയ്യിലുള്ള ആർക്കും എന്തും പറയാമെന്ന അവസ്ഥ വന്നതോടെ വ്യാജ വാർത്തകൾ, തെറ്റായ വിവരങ്ങൾ, വർഗീയത, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ വ്യാപകമാകുകയും ചെയ്തിരിക്കുകയാണ്. ഈ വ്യാജ വാർത്തകൾ അതിവേഗം വ്യാപിക്കുകയും ചെയ്യുന്നു. അതോടെ ശരിയേത്, തെറ്റേത് എന്ന് സാധാരണക്കാരന് തിരിച്ചറിയുവാനും കഴിയുന്നില്ല. വാർത്തകളുടെ ആധികാരികതയും ഉള്ളടക്കവും പരിശോധിക്കാതെ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുകയാണ്. അറിവുള്ളവർക്ക് പോലും ഇത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പരമ്പരാഗത മാധ്യമങ്ങൾ കഷ്ടപ്പെട്ട് സൃഷ്ടിക്കുന്ന ഉള്ളടക്കങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ അവർ മാധ്യമങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആവശ്യം. പരമ്പരാഗത മാധ്യമങ്ങൾ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിന് നടത്തുന്ന ശ്രമങ്ങൾക്ക് ഉചിതമായ പ്രതിഫലം ലഭിക്കുകയും വേണം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ അൽഗോരിതങ്ങൾ പ്രേക്ഷകരുടെ പ്രതികരണത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യാജ വാർത്തകൾക്ക് മുൻതൂക്കം ലഭിക്കുകയാണ്. സമൂഹത്തെ അത് എങ്ങനെ സ്വാധീനിക്കും എന്ന കാര്യത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഒരു താല്പര്യവും കാണിക്കുന്നതുമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി കൂടി എത്തിയതോടെ വെല്ലുവിളികൾ ഏറെയാണ്. സംഗീതജ്ഞരും ചിത്രകാരന്മാരും എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരുമെല്ലാം ഇതിന്റെ ഇരകളായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥ സൃഷ്ടികൾക്ക് വിലയില്ലാതാകുകയും അവരുടെ സൃഷ്ടികൾക്ക് അംഗീകാരം ലഭിക്കാതെ പോവുകയും ചെയ്യുകയാണ്. സാങ്കേതിക വിദ്യ കണ്ണടച്ചു തുറക്കും മുൻപേ മിന്നൽ പോലെ വികസിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യന്റെ താല്പര്യങ്ങളെല്ലാം നിയന്ത്രിക്കുവാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയുകയാണ്. പത്രവും റേഡിയോയും കേട്ട് അറിവുണ്ടാക്കിയിരുന്ന പഴയ തലമുറ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ വരുന്നത് സത്യമാണോ എന്നറിയാതെ വ്യാജന്മാരുടെ വാർത്തകൾ വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രത്യേക താല്പര്യം മുൻനിർത്തി പടച്ചുവിടുന്ന വാർത്തകൾ സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പരമ്പരാഗത മാധ്യമങ്ങൾക്ക് അവർ അർഹിക്കുന്ന പ്രതിഫലം തിരികെ നൽകേണ്ട ബാധ്യത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾക്ക് ഉണ്ടെന്ന കാര്യം ഇന്ന് ലോകമെമ്പാടും ചർച്ചയാകുന്ന വിഷയമാണ്. ഇന്ത്യയിലും അത്തരം ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഫലനം വരും നാളുകളിൽ പ്രകടമാകും എന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവയൊക്കെ നൽകുക.